ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാലൻസിയയിലെ ഒരു ഓഷ്യൻ ഗ്രാഫിക് കാണാനായിട്ടാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കാണാനായിട്ടെന്ന് പറയാനായിട്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് ഓഷ്യൻ ഗ്രാഫിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോർഡിൽ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഓരോ സൈൻ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഉപകാരമായി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഞങ്ങൾ നടന്നു വരുന്ന സമയത്താണ് നമ്മൾ കണ്ടത് കുറച്ച് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ കാർഡ് ഉപയോഗിച്ച് സൈക്കിള് എടുക്കാവുന്നതാണ്. ഇവിടുന്ന് സൈക്കിൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് പറയുമ്പോഴ വാലൻബിസി എന്നാണ് പറയുന്നത്. വാലൻസിയയുടെ വാലൻ, പിന്നെ ബിസിക്ലയുടെ ബിസി. അതിലൂടെ സൈക്കിളിലൊക്കെ കയറി ഇരിക്കുകയാണ്. കൂടെ പോകുമ്പോൾ നമുക്ക് ഓഷ്യാനോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റും. ഒരുപാട് ടൂറിസ്റ്റേഴ്സൊക്കെ ദിനംപ്രതി വന്ന് ഇതിൽ കയറുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് സീസണാണ്, അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നത്. നമുക്കിവിടെ വേണമെങ്കിൽ കയറാം. ഞങ്ങൾ ഓഷ്യൻ ഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു കുറേ കൗണ്ടേഴ്സ് ഉണ്ട്. ഞാൻ ഓരോ കൗണ്ടേഴ്സും പരിചയപ്പെടുത്താം. സിനി ക്വാത്രോ ദേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അവിടെ യൂണിവേഴ്സൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. 3D എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടെന്നൊക്കെ തോന്നുന്നു. ഓഷ്യന്റെ എഫക്റ്റ് നൽകുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് കയറിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ അത്ര നല്ല എക്സ്പീരിയൻസ് ആണത്. നീ കയറിയിട്ടില്ലല്ലോ? ഞാൻ പണ്ട് ഒരു വർഷം മുമ്പ് കയറിയിട്ടുണ്ട് ഇതിനകത്ത്. ഇതിലല്ല, നമ്മുടെ അവിടെ ഫീസ്റ്റ് വന്നപ്പോഴേ വേറെ സ്ഥാനത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും അവർ വെള്ളമൊക്കെ കളിക്കൂടെ നമ്മുടെ മേത്തേക്ക്. അപ്പൊ നമുക്ക് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ മഞ്ഞൊക്കെ വയ്ക്കുമ്പോൾ മഞ്ഞിന്റെ പോലെയൊക്കെ പ്രതീതിയൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു കൗണ്ടർ എന്ന് പറയുന്നത്. സിനി ക്വാത്രോ ദേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗണ്ടറാണ്. നമ്മൾ ചെന്നിട്ട് അവിടുന്ന് എടുക്കണം ടിക്കറ്റ്. ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ 4 യൂറോ, ബാക്ക് സ്റ്റേജ് ആണെങ്കിൽ 12 യൂറോ, 3D മാത്രമാണെങ്കിൽ 3D സിനിമ കാണാനാണെങ്കിൽ 3 യൂറോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കൗണ്ടർ കാണാൻ പറ്റും. ജസ്റ്റ് റെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്ന ഒരു കൗണ്ടറാണ്. ഞങ്ങൾ ഓഷ്യനിൽ കയറി 3D ഫിലിം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ 3 യൂറോ അതിനകത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് 40 യൂറോ ആക്കി മാറ്റിയവർ. കാരണം ആദ്യമേ വേറെ പലതും കണ്ടിട്ട് മാത്രമേ അവിടേക്ക് എൻട്രി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ ഞങ്ങളത് ആ ഒരു ഇത് ഉപേക്ഷിച്ചു. യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണ് ഈ കാണുന്നത്. 750-ലധികം സ്പീഷീസിൽ നിന്ന് 27,000-ലധികം മത്സ്യങ്ങൾ തന്നെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഒരു അണ്ടർ വാട്ടർ ടണലിലൂടെയാണ് നമുക്ക് ഇതിനൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. സമയത്തിന്റെ പരിമിതി മൂലം മറ്റൊരു ദിവസത്തേക്ക് നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം. ഓഷ്യൻ ഗ്രാഫിക്കിന്റെ അപ്പുറത്തായിട്ട് ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. കൈസ ബാങ്കിന്റെ അവരുടെ ഒരു കൈസ എന്നൊക്കെ പറഞ്ഞ കൈസ ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എഴുതി വെച്ചേക്കുന്നത്. എന്താണെന്നറിയില്ല. ഇവിടെ കുറെ വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് അത്യാവശ്യം നല്ല ഭംഗിയോടുകൂടി നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, താമര പോലെ ആകൃതിയിൽ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനായിട്ട്. ജസ്റ്റ് ഞാൻ ഇവിടേക്കൊന്ന് ഇറങ്ങാൻ പോവാണ്. വാലൻസിയ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ലോട്ടസിന്റെ രൂപം. കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങാൻ തോന്നും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ഒരു വലിയ കുഴിയുണ്ട്. ആ കുഴി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു വരാനേ പറ്റത്തുള്ളൂ. ജസ്റ്റ് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ അത്യാവശ്യം നനഞ്ഞു. ഇനിയിപ്പോ കുഴപ്പമില്ല, നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ വെള്ളത്തിന്റെ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന നീല കളറുള്ള ഒരു സംഭവമില്ലേ, അതൊരു വലിയ കുഴിയാണ്. അത് മുറിച്ചു കടന്നാണ് ഞാൻ കൈസ ഫോമിന്റെ അടുത്തേക്ക് എത്തിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇവിടെ വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. കാണുമ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടിടം മാത്രം. ഈ ലോട്ടസ് കെട്ടിടത്തിനുള്ളിലായിട്ട് ഒരുപാട് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട്. മ്യൂസിക്കലായിട്ടും ഇൻസ്ട്രുമെന്റലായിട്ടും കോൺഗ്രസ് പാർട്ടികളുടെ ആയിട്ടുള്ള ഒരുപാട് പരിപാടികൾ. ചുമ്മാ ഇവിടെ വെള്ളം വെച്ചേക്കുന്നു എന്നുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകാർ വരുന്നതല്ലേ, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രസക്കൂട്ട് മാത്രം. 80 മീറ്റർ ഉയരമുള്ള കെട്ടിടമാണിത്. വാസ്തുവിദ്യ പ്രകാരം എല്ലാവരെയും ഒരുപാട് ആകർഷിക്കും. വാലൻസിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു സിമ്പലാണ് ഈ കാണുന്ന ഒരു കെട്ടിടം എന്ന് പറയുന്നത്. നേരം പോകാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകാർ ഇവിടെയും കുറച്ചു നേരം സ്പെൻഡ് ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും കെട്ടിടത്തിന്റെ പുറംഭാഗം കണ്ട സ്ഥിതിക്ക് നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. നമ്മളിത് ആ ഒരു താമരപ്പൂവിന്റെ ഉള്ളിലോട്ട് കയറി. അപ്പൊ നമ്മൾ കണ്ട കാഴ്ചയാണത്. കൈസ ഫോമിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ തീയന്താന്ന് പറഞ്ഞ സ്റ്റോർസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് അങ്ങടേക്കൊന്ന് പോവാണ്. ഇവിടെ എന്താ സംഭവം നോക്കാം. ഭംഗിയായിട്ട് ചെടികളൊക്കെ അരങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എസ്കലേറ്റർ വഴി കയറാൻ പോവാണ്. അവിടെ കണ്ണാടി പോലത്തെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ, അല്ലേ?
കണ്ണാടിയാണെന്ന് തോന്നും, പക്ഷെ കണ്ണാടി അല്ല അത്. ഇതൊരു മരമാണ്. എന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്. മോളിക്കോടെ ചെടി കയറ്റി വിട്ടേക്കണം. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് ഗൈസ്, പ്ലാസ്റ്റിക് ചെടികള്. മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോ ഒരു പ്രത്യേക ഭംഗി. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണിത്. ഒറിജിനലാ ആണോ? സീരിയസ്ലി? എന്റെ പൊന്നു, ഒറിജിനലാ? അയ്യോ, അതെങ്ങനെ ഒറിജിനൽ അങ്ങനെ കയറ്റിയിടാൻ പറ്റണു? ഞാൻ പ്ലാസ്റ്റിക്കാന്ന് വിചാരിച്ചെല്ലാം. ലോട്ടസ് മാതൃകയിലുള്ള ആ കെട്ടിടത്തിന്റെ ഉള്ളിലോട്ട് കയറി വന്നപ്പോ നമ്മൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ കാണുന്ന ചെടികളെല്ലാം ഒറ്റ നോട്ടത്തില് പ്ലാസ്റ്റിക് ചെടികളാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം ഒറിജിനലാണ്. മണ്ണൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇതേപോലെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അവരുടെ എഫേർട്ട്. പലതരത്തിലുള്ള സസ്യങ്ങളാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടുത്തെ ഇലകള് പതുക്കെ ഒന്ന് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് പ്ലാസ്റ്റിക് അല്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അവിടുന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കൂടാരം പോലത്തെ കുറച്ച് കെട്ടിടങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഉള്ളിലുള്ള കടകളുടെ ഷേപ്പ് ഏകദേശം കൂടാരം പോലെ തന്നെ. ലോട്ടസ് മാതൃകയിലുള്ള ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ നിങ്ങൾ കണ്ടോ? എന്ത് ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഗ്ലാസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടെസ്റ്റിംഗ് ഹവേഴ്സിന് വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട സ്ഥിതിക്ക് നമുക്ക് പുറത്തേക്ക് വരാം. വാലൻസിയയിൽ ഉടനീളം ഇതേപോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ എന്താണ് പുഴ പോലെ ആക്കി വെച്ചേക്കണു അല്ലെ? ഇവിടെ ഭയങ്കര ആഴം പോലെ തോന്നിക്കൂലെ? ഇവിടെ എന്തൊക്കെയോ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്, എന്നാ മനസ്സിലാവില്ല. ഇതുപോലെ കുറെ കെട്ടിടങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുമ്മാ നടന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നടന്ന് പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു സയൻസ് മ്യൂസിയത്തിന്റെ അടുത്താണ്. ഇതാണോ എൻട്രൻസ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. വാതിൽ തുറക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ വലിച്ചു തുറന്നു. ഇതൊരു മ്യൂസിയം ആണ്. എന്ത് മ്യൂസിയം എന്ന് മനസ്സിലാവില്ല. സയൻസ് മ്യൂസിയം, CNC ആന്ന് പറഞ്ഞത്. അതായത് സയൻസ് മ്യൂസിയം ആണ്. പണ്ടത്തെ കാലത്തിലെ സൈക്കിളാണിത്. ഈ സൈക്കിളിൽ നിന്നാണ് ഇന്ന് കാണുന്ന കുഞ്ഞു സൈക്കിൾ ഉണ്ടാക്കി. ഫ്രണ്ട് വലുതും ചെറുതായിട്ടുള്ള സൈക്കിളല്ല. ആർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കുറെ ഉണ്ട്. ആദ്യമേ മ്യൂസിയത്തിൽ തിരക്ക് കുറവായിരുന്നെങ്കിലും പിന്നീട് മ്യൂസിയത്തിൽ തിരക്ക് കൂടാൻ തുടങ്ങി. പിന്നെ ഇച്ചായനും വന്നു. റോബോട്ടിന്റെ രൂപം കണ്ടോ? എന്ത് അത്ഭുതമായിരിക്കുന്നല്ലേ. വണ്ട് കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ വണ്ടൊക്കെ തെങ്ങ് മൂത്തുള്ള സാധനത്തിലൊക്കെ പിടിച്ചോണ്ട് ഇവിടെ ചെയ്യുന്നു. ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലുണ്ട്. അതിങ്ങനെ മ്യൂസിയത്തിലൊന്നും വെക്കണ്ട. ഇതെല്ലാം തെങ്ങ് തിന്നണത്. ഇത് തീട്ടത്തിൽ വീട്ടിലുണ്ട്. ജീവനോടുള്ളതാണ് ഇതൊക്കെ. ഇതൊരു സയൻസ് മ്യൂസിയം ആയതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. പണ്ട് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം ഈ കാണുന്നത്. നേരത്തെ കണ്ട വണ്ടിനെയും ശലഭങ്ങളെയൊക്കെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് അത്ഭുതമായിരിക്കുന്നതല്ലേ. ഈ മ്യൂസിയത്തിൽ ഉടനീളം ഇതൊക്കെ തന്നെയാണ്. ദിനോസറിന്റെ ഈ മ്യൂസിയത്തിൽ മാത്രം കാണപ്പെടുന്ന ചില അസ്ഥികൂടങ്ങൾ. വെറുതെ ഒരു തടിക്കഷ്ണം ഈ മ്യൂസിയത്തിൽ എന്തിനാണവ വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി. ഈ മരത്തിന്റെ ഉള്ളിലുള്ള ഓരോ വട്ടങ്ങളും ഇല്ലേ, അത് ഓരോ ആയുസാണ്. അതായത് ഓരോ വർഷങ്ങൾ. ഈ മരത്തിന് അതിന് മാത്രം പഴക്കമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. വെറുതെ വെച്ചിരിക്കുന്നതല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. പിന്നെ വളരെയധികം കൗതുകത്തോടുകൂടി കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇടിമിന്നലിന്റെ ആകൃതിയിലുള്ള കുറെ രൂപങ്ങൾ. അവിടെ നമ്മൾ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈയുടെ ഷേപ്പിലുള്ള ഫ്രിക്ഷണൽ രൂപങ്ങൾ. വരുന്നവരും പോകുന്നവരൊക്കെ ഇവിടെ കൈ തൊടുന്നുണ്ട്, പ്രത്യേകിച്ച് പിള്ളേർ. സയന്റിഫിക് ആയിട്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മൾ കൈ തൊടുമ്പോൾ പല രൂപങ്ങളും വരുന്നുണ്ട്. പിന്നെ നടന്നപ്പോ ഷെയ്ക്ക് ഹാൻഡ് പോലെ ഇരിക്കുന്ന രണ്ട് കൈകൾ കണ്ടു. അതിൽ പിടിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടും വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതൊരു മാജിക്കൽ ആയിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡ് ആണ്. രണ്ടുപേരുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് സൗണ്ട് വരൂ. ആ കൈകളിൽ പിടിക്കുക, എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളുടെ കയ്യിൽ പിടിക്കുക, അപ്പൊ സൗണ്ട് വരും. ഇത് ആക്ച്വലി ബഹിരാകാശത്തിന്റെ ഒരു വ്യൂ ആണ്. ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നമ്മളെ ചതിക്കും എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം എന്താ പറയാ, നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്നതാണ് ബഹിരാകാശത്തിന്റെ ഓരോ വ്യൂസും. ശരിക്കും ഇപ്പൊ നമ്മള് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രതീതി കേട്ടോ. ഓരോ 3D ഫ്രെയിമിലുള്ള ഫോട്ടോസ് ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു ചെറിയ ലെൻസിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആ ബഹിരാകാശത്ത് നിൽക്കുന്ന പോലെയുള്ള പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്ത് തരത്തിലുള്ള എഫക്റ്റ് ആണെന്ന് അറിയില്ല, പക്ഷെ നമ്മളും അതിന്റെ കൂടെ സഞ്ചരിക്കുന്നത് പോലെയായിട്ട് നമുക്ക് തോന്നും. ഇത് ജസ്റ്റ് പിക്ചറാണ് ഇപ്പൊ ഇതിന്റെ അകത്ത്. പക്ഷെ ഇത് നമ്മൾ കണ്ണിക്കൂടെ കാണും പോലെ 3D അത് 3Dയിലേക്ക് കാണുമ്പോ ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാണിച്ചു കൊടുക്കാം. ഞങ്ങൾ മൂന്നുപേരും മാറി മാറി നോക്കി. ആർക്കും എതിരഭിപ്രായമില്ല. കാരണം ബഹിരാകാശത്ത് നമ്മളും ഇവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ തലച്ചോറിനറിയാം നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. പക്ഷെ നമ്മുടെ കണ്ണ് നമ്മളെ വിശ്വസിപ്പിക്കും നമ്മൾ ബഹിരാകാശത്താണെന്ന്. ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ഉണ്ടാവുന്ന നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? വ്യത്യസ്തപരമായിട്ടുള്ള കല്ലുകളാണ് ഈ കാണുന്നതൊക്കെ. സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ലാബിന്റെ എക്സിറ്റിലേക്ക് വരുമ്പോഴേക്കും നേരത്തെ
പിടിച്ച് ഡൈനോസേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഡൈനോസേഴ്സിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ലാബിൽ നിന്ന് ഇറങ്ങി. മ്യൂസിയത്തിന്റെ പുറത്ത് മൊത്തമായിട്ട് സ്വിമ്മിംഗ് പൂൾ പോലത്തെ സംഭവങ്ങൾ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡയറക്ഷന്റെ സിമ്പിൾ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ പോകണം എന്നുള്ളത് അറിയാനും പറ്റും. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി കഴിഞ്ഞു. ഏകദേശം വൈകുന്നേരം ആവാറായെങ്കിലും വൈകുന്നേരത്തെ ഒരു പ്രതീതിയൊന്നും ഇല്ലാട്ടോ. നല്ല രസമുണ്ട്. ആൾക്കാർ വീണ്ടും വീണ്ടും കൂടി വരുന്നതേ ഉള്ളൂ, കുറഞ്ഞു വരുന്നില്ല. വെറുതെ അല്ല ടൂറിസ്റ്റുകാരെ ഇത്രയധികം വാലൻസിയെ ആകർഷിപ്പിക്കുന്ന കാഴ്ചകളാണല്ലോ ഇവിടെ ഉടനീളം കാണാനായിട്ടുള്ളത്. തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെയായി. ഞങ്ങൾ കുറെ നേരം നോക്കി നടന്നത് ഓരോ പ്രൊവിനൻസിലേക്ക് നമ്മൾ വരുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പേര് എഴുതിയിട്ടുള്ള ഒരു വലിയ ബോർഡ് കാണാൻ പറ്റും. ഈ ബോർഡിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ കുറെ പേരുണ്ട്. ഞങ്ങളും ക്യൂ നിന്ന് അവസാനം ഞങ്ങളുടെ കാലിലും ചുറ്റി ഈ വള്ളി. എന്തായാലും ഫോട്ടോ മാത്രം പോരാ, വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 വീഡിയോസ് ഇട്ടു. ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുമ്പോൾ നമ്മൾ വാലൻസിയോട് യാത്ര പറയുകയാണ്. അപ്പൊ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ.